വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇപ്പോൾ ട്രെൻഡായി മാറിയിട്ടുള്ള ഡൽഗോണ കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. പേരൊന്നും കേട്ടിട്ട് ആരും പേടിക്കേണ്ട. നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ക്രീമി ആയിട്ടുള്ള വെറൈറ്റി കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ മുട്ടയൊക്കെ പതിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും ഇലക്ട്രിക് ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് പതിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് പതിപ്പിക്കുന്നത്. ഇത് മൂന്നും അല്ലാതെ നിങ്ങളുടെ കയ്യിൽ കോഫി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന കോഫി ഫ്രോത്തർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ ചേഞ്ചായി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത്. ഈ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ട് ഒന്നും കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിപ്പിംഗ് ക്രീം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് ഈ ക്രീം കിട്ടും. ഈ ഒരു പാകം വരെ അടിക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് കോരിയെടുക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് ചൂടാക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പിനടുത്ത് പാൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കോഫി ക്രീം ഇടാം. നിങ്ങൾക്ക് എത്രത്തോളം കടുപ്പം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രീം ഇടാവുന്നതാണ്. നിങ്ങൾ കൂടുതൽ കടുപ്പം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രീം ഇടാം. അതല്ല കുറഞ്ഞ കടുപ്പം മതിയെങ്കിൽ കുറച്ച് ക്രീം ഇടാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ക്രീം ഇടുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് കോഫി പൗഡർ, നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കോഫി കുടിക്കുന്ന സമയത്ത് ഈ ഫ്രഷ് കോഫിയുടെ മണം ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് കിട്ടും. ഇത് കുടിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഞ്ചസാരയും ക്രീമും കോഫിയും ഒക്കെ ഒരുമിച്ച് നന്നായിട്ട് നല്ല തിക്കിൽ ക്രീമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2 കപ്പ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ള കോഫിയാണ്. ഇതിൻ്റെ ഐസ് കോഫി വേർഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. ഒരു ജാറിൽ ഞാൻ ഐസാക്കിയിട്ടുള്ള പാൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തണുത്ത പാൽ ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കോൾഡ് കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതും ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അടിച്ചു വെച്ചിട്ടുള്ള കോഫി ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാലിൻ്റെ കട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഐസ് ക്യൂബ്സ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്മെല്ലും ആ ഒരു എഫക്റ്റും കാണാനുള്ള ഭംഗിയും നമുക്ക് കിട്ടും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കോഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കോഫി ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.